കണ്ണൂർ ജില്ലയിൽ ആരൊക്കെ CPM സ്ഥാനാർത്ഥികളാകുമെന്ന കാര്യത്തിൽ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഏകദേശ ധാരണയായത്. അതിൽ ഏറ്റവും പ്രധാനം മട്ടന്നൂരിൽ നിന്നും KK ശൈലജ ഇല്ല എന്നതാണ്. മട്ടന്നൂരിൽ നിന്ന് മാത്രമല്ല, കണ്ണൂർ ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ നിന്നും KK ശൈലജയുടെ പേര് ജില്ലാ നേതൃത്വം മുന്നോട്ട് വെച്ചില്ല എന്നതാണ്. അതിൽ മട്ടന്നൂരിൽ KK ശൈലജയ്ക്ക് പകരം DYFയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിന്റെ പേരാണ് മുന്നോട്ട് വന്നത്. ഒപ്പം തന്നെ CPMന്റെ മുതിർന്ന നേതാവ് P പുരുഷോത്തമന്റെ പേരും CPMന്റെ പരിഗണനയിലുണ്ട്. KK ശൈലജയുടെ പേര് എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിന് 2 ടേം വ്യവസ്ഥ മറികടന്ന് സ്ഥാനാർത്ഥികളാകേണ്ടവരുടെ കാര്യത്തിൽ ജില്ലാ നേതൃത്വമല്ല, അത് മേൽഘടകം, പ്രത്യേകിച്ചും KK ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അതുകൊണ്ട് മേൽഘടകമാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, മട്ടന്നൂരിൽ നിന്നായിരിക്കില്ല KK ശൈലജ ഇനി അഥവാ മത്സരിക്കുന്നുണ്ടെങ്കിൽ മത്സരിക്കുക എന്നതാണ്. നേരത്തെ പേരാവൂരിൽ നിന്ന് മത്സരിക്കുമെന്ന ഒരു ആലോചനയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ പേരാവൂരിൽ CPM പരിഗണിക്കുന്നത് നേരത്തെ മത്സരിച്ച സക്കീർ ഹുസൈൻ്റെയാണ്. മാത്രമല്ല, KK ശൈലജയ്ക്ക് പേരാവൂരിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മട്ടന്നൂർ അല്ലെങ്കിൽ താൻ മത്സരിക്കാനില്ല എന്ന നിലപാട് ശൈലജ സ്വീകരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം തളിപ്പറമ്പാണ്. തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് MV ഗോവിന്ദന്റെ ഭാര്യയും ഒപ്പം തന്നെ മഹിളാ അസോസിയേഷൻ നേതാവുമായ PK ശ്യാമളയുടെയും മറ്റൊന്ന് N സുഗന്യയുടേതുമാണ്. നേരത്തെ MV നികേഷ് കുമാറിന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ നികേഷിന്റെ പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നു വന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ടത് പയ്യന്നൂരാണ്. പയ്യന്നൂർ നിലവിലെ MLA TI മധുസൂദനൻ തന്നെ മത്സരിക്കും. മധുസൂദനെതിരെ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട ആരോപണങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റേണ്ടതില്ല എന്നതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു ധാരണയെത്തിയത്. അങ്ങനെ മാറ്റേണ്ടി വന്നാൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന നിലയിലേക്ക് പോകും എന്ന വിലയിരുത്തലും അവിടെ ഉണ്ടായി. മറ്റുള്ള മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ചും AM ഷംസീറാണ്. തലശ്ശേരിയിൽ നിന്നും 2 തവണ അദ്ദേഹം ജയിച്ചു. ഇനിയിപ്പോൾ ഷംസീറിന്റെ പേരിന് പകരം കാരായി രാജന്റെ പേരാണ് അവിടെ ഉയർന്നു കേട്ടത്. LDFന്റെ തലശ്ശേരി മണ്ഡലത്തിലെ വികസന ജാഥ നയിച്ചതും കാരായി രാജനായിരുന്നു. മറ്റുള്ള മണ്ഡലങ്ങൾ, അതിൽ അഴീക്കോട് KV സുമേഷ് ഒരു തവണ മാത്രമാണ് മത്സരിച്ചത്, അതുകൊണ്ട് സുമേഷിനെ മാറ്റില്ല. കല്ലേശ്ശേരിയിൽ M വിജിൻ തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അങ്ങനെ കണ്ണൂരിലെ CPM സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നതിൻ്റെ കാര്യത്തിൽ ഏകദേശ ധാരണ ആയിട്ടുണ്ട്. പിണറായി വിജയൻ്റെ കാര്യത്തിലും KK ശൈലജയുടെ കാര്യത്തിലും മേൽഘടകമാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ KK ശൈലജയുടെ പേര് എവിടെയും ഉയർന്നു കേട്ടില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.